നമസ്കാരം. വയനാട് മുണ്ടക്കൈ ചുള്ളുമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഹൈക്കോടതി പോലും സ്വമേധയാ കേസെടുത്ത വയനാട് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പുതുമോടിയിൽ ലോക്സഭയിൽ MP ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത പ്രിയങ്ക ഗാന്ധി ഇന്ത്യ മുന്നണിയിലെ സകല MP മാരെയും വിളിച്ചുകൊണ്ട് അമിത്ഷായുടെ നേരെ ഒന്ന് ചെന്നു. അമിത്ഷായെ ഒന്ന് ചൊറിയാൻ. അവസാനം സിംഹക്കൂട്ടിൽ തലയിട്ട അവസ്ഥയിലായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക്. അവസാനം അമിത്ഷായുടെ മാസ് മറുപടിയിൽ പിന്നെ കണ്ടത് പ്രിയങ്ക ഗാന്ധി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓഫീസിൽ നിന്നും ഇറങ്ങി ഓടുന്ന കാഴ്ചയാണ് കണ്ടത്. അത് അമിത്ഷായുടെ ക്യാബിനിൽ നിന്നും. അമിത്ഷാ പറഞ്ഞത് സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്ക് താങ്കളോട് പറയാനുള്ളൂ എന്നാണ്. വയനാട് സംഭവം, യഥാർത്ഥ സംഭവം ഇതാണ്. ദുരന്തവുമായി, അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് 3 മാസം കഴിഞ്ഞിട്ടും അസസ്മെന്റ് മെമ്മോ നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നാണ് അമിത്ഷായുടെ മറുപടിയിൽ പറയുന്നത്. വിഷയത്തിൽ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പ്രിയങ്കയ്ക്കുള്ള മറുപടിയിലും കേന്ദ്രം ആവർത്തിച്ചു പറഞ്ഞത്. 2219 കോടി രൂപയുടെ ധനസഹായം ആവശ്യപ്പെട്ട് നവംബർ 13 മാത്രമാണ് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയത് എന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 14 ദേശീയ ദുരന്ത നിവാരണ സമിതി നിർദ്ദേശിച്ച പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് ഉൾപ്പെടെ കേരളം തയ്യാറാക്കിയെന്നും ഓഗസ്റ്റ് 9 മെമ്മോറാണ്ടം തയ്യാറാക്കി 17 കേന്ദ്രത്തിന് നൽകിയെന്നുമാണ് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ 2 മാസം കഴിഞ്ഞ് നവംബർ 11 മാത്രമാണ് അസസ്മെന്റ് മെമ്മോ ലഭിച്ചത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. 2 മാസത്തോളം സംസ്ഥാന സർക്കാർ ചർച്ചയുടെ പേരും പറഞ്ഞ് അതിനെ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. വയനാട്ടിൽ ദുരന്തമുണ്ടായ ഉടൻ തന്നെ സംസ്ഥാന സർക്കാരിനെ സഹായിക്കാൻ ശക്തമായ നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്നാണ് പ്രിയങ്ക ഗാന്ധിക്കുള്ള മറുപടിയിൽ അമിത്ഷാ അടിവരയിട്ട് വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം നിരീക്ഷിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെയും സുരേഷ് ഗോപിയെയും അന്ന് രാത്രി തന്നെ സംഭവ സ്ഥലത്തേക്ക് അയച്ചു. കൂടാതെ കേന്ദ്രത്തിൽ കൺട്രോൾ റൂമും തുറന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. NDRFന്റെ 4 സംഘങ്ങളും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 3 ടീമിനെയും ആവശ്യമായ സാമഗ്രികളുമായി വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് വിന്യസിച്ചു. കരസേനാ സൈനികരെയും നാവികസേനയുടെ 2 ഹെലികോപ്റ്ററുകളും വ്യോമസേനയുടെ 4 ഹെലികോപ്റ്ററുകളും സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചു. NDRF 30 പേരുടെ ജീവൻ രക്ഷിക്കുകയും 520 പേരെ ഒഴിപ്പിക്കുകയും ചെയ്തു. കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് 190 അടി ഉയരമുള്ള വേലിപ്പാലവും നിർമ്മിച്ചു. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം NDRF ഡയറക്ടർ ജനറൽ ഓഗസ്റ്റ് 7 മുതൽ 10 വരെ വയനാട് ദുരന്ത സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. വയനാട്ടിലെ ജനങ്ങൾക്കുള്ള അടിയന്തര സഹായമായി ജൂലൈ 31 145.60 കോടിയും 2ാം ഗഡുവായി ഒക്ടോബർ 10 145.60 കോടി രൂപയും അനുവദിച്ചുവെന്ന് അമിത്ഷായുടെ മറുപടിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ NDRF ഫണ്ടിൽ 782.99 കോടി രൂപ ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ മെമ്മോറാണ്ടത്തിന് കാത്തു നിൽക്കാതെ കേന്ദ്ര സർക്കാർ ഒക്ടോബർ 2 ഇന്റർ മിനിസ്ട്രിയൽ സെക്ടർ ടീം രൂപീകരിച്ചു. അവർ ഓഗസ്റ്റ് 8 മുതൽ 10 വരെ ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തുകയും ഓഗസ്റ്റ് 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഇന്റർമീഡിയറ്റ് സെക്ടർ ടീമിന്റെ നിർദ്ദേശപ്രകാരം ദുരന്ത മേഖല സന്ദർശിച്ചു. ദീർഘകാലാടിസ്ഥാനത്തിൽ പുനരധിവാസം നടപ്പിലാക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാന സർക്കാർ 214.68 കോടി രൂപ സഹായം ആവശ്യപ്പെട്ട് ഓഗസ്റ്റ് 19 ആദ്യ മെമ്മോറാണ്ടം സമർപ്പിച്ചു. അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള 36 കോടി ഉൾപ്പെടെയായിരുന്നു ആ മെമ്മോറാണ്ടം സമർപ്പിച്ചത്. IMST റിപ്പോർട്ട് പ്രകാരം ഉന്നതതല സമിതി നവംബർ 16 ചേർന്ന യോഗത്തിൽ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ എത്തിച്ചതിന്റെയും അവശിഷ്ടങ്ങൾ നീക്കുന്നതിന്റെയും ചെലവ് ഉൾപ്പെടെ 153.47 കോടി രൂപയുടെ സഹായത്തിന് അനുമതി നൽകി. ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനായിരിക്കെ വയനാട് ദുരന്ത സമയത്ത് കേന്ദ്ര സർക്കാർ പൂർണ്ണ ജാഗ്രതയോടെ സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കുകയും എല്ലാ സഹായവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നൽകുകയും ചെയ്തു. കൃത്യമായ മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാർ പണം നൽകുമായിരുന്നു. ആസാം അത് ചെയ്തത് കൊണ്ടാണ് കൃത്യമായ തുക പിറ്റേ ദിവസം തന്നെ കേന്ദ്ര സർക്കാർ നൽകിയത്. പക്ഷേ സംസ്ഥാന സർക്കാർ അതിൽ അലംഭാവം കാണിച്ചു.